ഇപ്പോൾ SMC യൂസ് ചെയ്തിട്ട് ഒരു എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. എൻട്രിയുടെ കംപ്ലീറ്റ് ലോജിക് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഉള്ളത് യൂറോ USDയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് കംപ്ലീറ്റ്ലി ബെയറിഷിലായിരുന്നു. താഴോട്ടേക്ക് തന്നെ ബ്രേക്ക് സ്ട്രക്ചർ തന്ന് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ട്രെൻഡ് ബെയറിഷ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഒരു ഫ്ലിപ്പ് എൻട്രിക്ക് ചാൻസ് ഉണ്ടായി. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് കിട്ടി. ഈ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇൻഡ്യൂസ്മെന്റ് കിട്ടി. അതിനുശേഷമാണ് ഞാൻ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് തന്നെ എനിക്ക് ഓർഡർ ബ്ലോക്ക് കിട്ടി. അപ്പോൾ ആ ഒരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വാലിഡ് ആണ്. FVG ഉണ്ട്, അതേപോലെ തന്നെ പ്രീവിയസിലെ ക്യാൻഡിൽ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആണ്. അപ്പോൾ ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുമ്പോഴാണ് ഞാൻ എൻട്രി ഇവിടെ സെലക്ട് ചെയ്തത്. അതേപോലെ തന്നെ ടാർഗറ്റ് വെക്കുന്നത് 15 മിനിറ്റിലുള്ള ഒരു POയിലേക്കായിരുന്നു. അതായത് 15 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റി. കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് റിഫൈൻ ചെയ്തിട്ട് 5 മിനിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇൻസൈഡിലേക്ക് എനിക്ക് വേറൊരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു ഞാൻ ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ എൻട്രി ഇവിടെ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി. അതേപോലെ തന്നെ നമ്മളെ മാർക്ക് ചെയ്ത ഓർഡർ ബ്ലോക്കിന്റെ ടാർഗറ്റിന്റെ തൊട്ട് മുന്നേ FVG വരെയാണ് ഞാൻ ടാർഗറ്റ് സെറ്റ് ചെയ്തത്. ഫുള്ള് വെക്കുന്നില്ല. ഓക്കെ, ആ ഒരു ഓർഡർ ബ്ലോക്കിന് താഴെ ഞാൻ SLും കീപ്പ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു എൻട്രിയുടെ കംപ്ലീറ്റ് ലോജിക് വരുന്നത്. ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ മാർക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ച് മുകളിലേക്കാണ് ടാർഗറ്റ് സെറ്റ് ചെയ്തത്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് ഞാൻ ഈ ഒരു പോയിന്റിലായിരുന്നു ടാർഗറ്റ് സെറ്റ് ചെയ്തത്. ഈ ഒരു പോയിന്റായിരുന്നു ടാർഗറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഞാൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നേരെ മുകളിലേക്കാക്കി. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ 1 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻസൈഡിലൊരു ഇൻഡ്യൂസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. മെയിൻ സ്ട്രക്ചറിൽ ഇൻസൈഡാണ് ഇൻഡ്യൂസ്മെന്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിന്റെ ടാർഗറ്റ് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അടുത്ത എൻട്രി മെത്തേഡും ട്രേഡിന്റെ റീക്യാപ്പ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.